കേന്ദ്ര സർവകലാശാലകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിന് നടത്തുന്ന CUET PG പരീക്ഷയെ ചൊല്ലി വിവാദം. പൊതു അറിയിപ്പ് നൽകാതെ രണ്ടാമതും പരീക്ഷ നടന്നെന്നാണ് ആരോപണം. അച്യുതൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അച്യുതൻ, ഇത് ആർക്കു വേണ്ടിയാണ് വീണ്ടും ഒരു പുനഃപരീക്ഷ നടത്തിയത് എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം അത് ന്യായമാണ്. അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? വർഷ, ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് NTA തലവേദനകൾ ഒഴിയുന്നില്ല എന്നത് തന്നെയാണ് പുറത്തുവരുന്ന ഓരോ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ CUET PG പരീക്ഷയെ ചൊല്ലിയാണ് പുതിയൊരു വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ മാർച്ച് 11 നടന്നിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയ ഉത്തര സൂചികയിൽ മാർച്ച് 11 കൂടാതെ മാർച്ച് 30 പരീക്ഷ നടന്നതായി ഒരു രേഖപ്പെടുത്തലുണ്ട്. ഈ CUET PG പരീക്ഷ മാർച്ച് 27 അവസാനിച്ചെന്നാണ് NTA അറിയിപ്പുമുള്ളത്. അപ്പോൾ ഇതോടെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ മറ്റൊരു ഡേറ്റിൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷ നടത്തിയത് എന്നുള്ള ചോദ്യം. പുനഃപരീക്ഷയെങ്കിൽ അത് ഏതൊക്കെ വിദ്യാർത്ഥികൾ ആ പരീക്ഷ എഴുതി എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഫലപ്രഖ്യാപനം ഏപ്രിൽ 24 നടന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ ഈ രണ്ടാമത് പരീക്ഷ നടത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും NTA ഇതിൽ യാതൊരു വിശദീകരണവും ഇതുവരെയും തന്നിട്ടില്ല. പക്ഷേ നിരവധി വിദ്യാർത്ഥികൾ ഇമെയിൽ മുഖാന്തരം ഇപ്പോൾ പരാതി NTAക്ക് അയച്ചിട്ടുണ്ട്. വർഷ. ശരി അച്യുതൻ. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.